നമസ്കാരം, ഞാൻ ഡോക്ടർ ബാലേഷ്. ഡോക്ടർ BK's ഫെർട്ടിലിറ്റി ക്ലിനിക്, ചേറ്റുപുഴ, തൃശ്ശൂരിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് തൊട്ട് ഞാൻ ബീജങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള സംശയങ്ങൾ ഇതിലേക്ക് ചോദിക്കാവുന്നതാണ്. ഈ ടോപ്പിക്സിനെ പറ്റി ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഓരോരോ പോയിന്റ് ആയിട്ട് പറയാൻ പോകുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത് ഒരു നോർമൽ സെമൻ അനാലിസിസ് അല്ലെങ്കിൽ ശുക്ലത്തിന്റെ ഒരു നോർമൽ ടെസ്റ്റിന്റെ റിപ്പോർട്ട് എന്താണ്, ഞാൻ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത് ഉള്ള വീഡിയോ ആണ്. ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ ഞാൻ ഈ പറയുന്ന ഓരോരോ ചെറിയ പോയിന്റ്സിൽ അതിലെ ഡീറ്റെയിൽസിൽ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അതിലേക്കും കമന്റ് അയക്കാം. പക്ഷെ ഈ പോയിന്റ് പറയാൻ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ, ഏറ്റവും കൂടുതൽ പ്രശ്നം നമ്മൾ കാണുന്ന ബീജങ്ങൾക്കാണ്, ശുക്ലത്തിൽ. സ്ത്രീകളുടെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും ട്രീറ്റ്മെന്റ് ആൾക്കാർ വരാറ്. PCOD ഉണ്ട്, വേറെ വെയിറ്റ് കൂടുതലുണ്ട്, വേറെ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ബീജങ്ങളുടെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണാറ്, നമ്മൾ അറിയുന്നില്ല. ബീജങ്ങള് ഉണ്ടാവുന്നത് വൃഷണത്തില്, അതില് ഉണ്ടാവുമ്പോൾ വരുന്നത് കോടിക്കണക്കിനാണ്. നമുക്ക് സെമൻ അനാലിസിസ് WHO പാരാമീറ്റർ അനുസരിച്ച് ഒരു മിനിമം ക്രൈറ്റീരിയ എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. ഈ ക്രൈറ്റീരിയയുടെ താഴേക്ക് പോയാൽ ചാൻസസ് കുറയുന്നതാണ്. അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ കുറെ പോയിന്റ്സ് അതിൽ നോക്കാറുണ്ട്. കുറെ ടൈമിങ് ആൻഡ് ലിക്വിഫാക്ഷൻ ആൻഡ് വിസ്കോസിറ്റി, സെൽസ്, വേറെ സെൽസ്, RBC, കുറെ വിവരങ്ങൾ. പക്ഷെ ഇതിൽ ഏറ്റവും വിലപ്പെട്ട നമുക്ക് 3 കാര്യങ്ങളാണ്. ഒന്ന്, ബീജങ്ങളുടെ കൗണ്ട്, എത്ര എണ്ണം ഉണ്ട്. ശുക്ലത്തിന്റെ ഒരു ml എടുത്ത് നോക്കുമ്പോൾ, 1 ml ശുക്ലം എടുത്ത് നോക്കുമ്പോൾ അതിൽ മിനിമം നമുക്കൊരു 15 അല്ലെങ്കിൽ 15 മില്യൺ ബീജങ്ങൾ നമുക്ക് ഉണ്ടാവും. അതിന് മുകളിലേക്ക് എത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ 3 പോയിന്റില് ഈ ആദ്യത്തെ പോയിന്റ് ഞാൻ എത്രയും വില കൊടുക്കുന്ന ഏറ്റവും കുറവാണ്. എന്നുവെച്ചാൽ അതല്ല പോയിന്റ് നമ്പർ 1, ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതല്ല. രണ്ടാമത്തെ, മൂന്നാമത്തെ എന്ന് വെച്ചാൽ ബീജങ്ങളുടെ അനക്കം, പ്രോഗ്രസീവ് മോട്ടിലിറ്റി, പിന്നെ ബീജങ്ങളുടെ ആരോഗ്യം, അതിന്റെ മോർഫോളജി. ഈ 2 പോയിന്റ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ബീജങ്ങൾ 3 ടൈപ്പ് ഉണ്ടാവും. ഒരു ബീജം പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ നേരെ മുന്നോട്ട് പ്രോഗ്രസീവ് ആണ്. ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് കാണാം, അതിൽ റാപ്പിഡ് പ്രോഗ്രസീവ്, സ്ലോ പ്രോഗ്രസീവ്. അതിൽ ഈ റാപ്പിഡ് പ്രോഗ്രസീവിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് പ്രോഗ്രസീവ് മോട്ടിലിറ്റി PR എന്ന് എഴുതിയിട്ടുണ്ടാവും. മിനിമം നമുക്ക് 32% വേണം. നല്ല ആരോഗ്യം, അതിന്റെ തലയ്ക്കും, ബീജത്തിന്റെ തലയ്ക്കും കഴുത്തിനും വാലിനും ഒരു പ്രശ്നമില്ലാത്ത 4 ബീജാലും വേണം 100 എണ്ണത്തിൽ. ഇത്രയും മതി നമുക്ക് നോർമൽ പ്രഗ്നൻസി കിട്ടാൻ. നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്താ എന്റെ വില എന്നുള്ളത്. യോനി വഴി എത്തുന്ന ബീജങ്ങൾ നമുക്ക് ഇവിടെ 15 മില്യൺ വരുന്നുണ്ടെങ്കിൽ ഇതിലെ ഒരു 32%, ഏകദേശം ഒരു 5 മില്യൺ ബീജം നേരെ ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിലെ ഒരു 2.5 മില്യൺ ഈ ട്യൂബും 2.5 മില്യൺ ഈ ട്യൂബിലേക്കും കടന്നാൽ ഇതിലെ കാത്തിരിക്കുന്ന അണ്ടത്തിന്റെ ചുറ്റും അറ്റ്ലീസ്റ്റ് 1 മില്യൺ ബീജം ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രഗ്നൻസി സുഖമായിട്ട് കിട്ടും. അപ്പോ കൗണ്ട് ഒരു 4-5 മില്യൺ, പക്ഷെ അതിൽ നല്ല അനക്കം 60-70% ബീജം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബീജങ്ങൾ ഇവിടെ വരെ എത്തിയേക്കും. നമുക്ക് പ്രഗ്നൻസി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ വരുന്ന 100 മില്യൺ ബീജം ആണെങ്കിലും ഈ 100 മില്യന്റെ അനക്കം 10% ഉള്ളൂ, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറവാണെങ്കിൽ ഈ ബീജങ്ങൾ മുന്നോട്ടേ പോകുന്നില്ല. മുന്നോട്ടേ പോവാത്ത ബീജങ്ങൾ, എന്റെ അർത്ഥം ആരോഗ്യം കുറവാണ്, അതുകൊണ്ടാണ് മുന്നോട്ട് പോവാത്തത്. ഈ ഇത്രയും ആരോഗ്യക്കുറവും അനക്കക്കുറവുള്ള ബീജങ്ങൾ ഇവിടെ ഈ നല്ല അണ്ടത്തിന്റെ അടുത്ത് എത്താതിരിക്കുകയല്ലേ നല്ലത്. എന്നുവെച്ചാൽ ആ ബീജത്തിന് ഒരു ആരോഗ്യക്കുറവുണ്ട്. അപ്പൊ ദൈവം കാണിച്ചിരുന്ന വഴിയാണ് ആ ബീജത്തിനെ നന്നാക്കുന്ന ദൈവം കാണിച്ചു തരികയാണ്. ഈ ബീജത്തിനെ നന്നാക്കാതെ അതിനെ നേരെ എടുത്ത് ഗർഭാനുള്ളിലേക്ക് വെക്കുകയോ IUI പോലത്തെ ട്രീറ്റ്മെന്റിലോ നേരെ അണ്ടത്തിനുള്ളിൽ കുത്തിവെച്ച് അതിനെ ഭ്രൂണാക്കി മാറ്റുന്ന ICSI പോലെ ട്രീറ്റ്മെന്റ് അല്ല എന്റെ സൊല്യൂഷൻ. ഈ പ്രോബ്ലം നമുക്ക് മാറ്റേണ്ടി വരും. അപ്പൊ ഈ ബീജത്തിന്റെ ഈ ബേസിക് ക്രൈറ്റീരിയ ഇതാണ് അർത്ഥം. കൗണ്ട് 15 മില്യൺ, ഉള്ളിലേക്ക് കടക്കുന്ന നേരെ പോകുന്ന കൗണ്ട് മിനിമം നമുക്കൊരു 32%. അതിന് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 4% നല്ല ആരോഗ്യമുള്ള ബീജം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബീജം നല്ലൊരു അണ്ടമായിട്ട് കണ്ടുപൊട്ടി നല്ലൊരു ഭ്രൂണം ഉണ്ടാക്കും. ഈ വീഡിയോസിൽ വരുന്ന കുറെ വീഡിയോസിൽ കാണുന്ന കുറെ വേറെ ക്വസ്റ്റ്യൻസിൽ ഞാൻ കേൾക്കുന്ന ഇതാണ്: 15% ഉണ്ട്, 20% ഉണ്ട്, 30% ഉണ്ട്, ചിലർക്ക് 5% ഉള്ളൂ, ചിലർക്ക് ഒട്ടുമില്ല. ഈ പെർസെന്റേജ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും പെർസെന്റേജിൽ കിട്ടും, ഇത്രയും പെർസെന്റേജ് കിട്ടില്ല എന്നല്ല. ഈവൻ കുറച്ച് 10-15% ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, 30% ചിലപ്പോൾ പോസിറ്റീവ് അല്ലാന്നിരിക്കും. പക്ഷെ എത്ര കൂടുതലും മോട്ടിലിറ്റിയും എത്ര കൂടുതലും മോർഫോളജി ഉണ്ടോ അത്രയും സാധ്യത നല്ല പ്രഗ്നൻസിയിലെ കൂടും.
എന്നുവെച്ചാൽ അത്രയും നല്ല ബീജങ്ങളാവാനാണ് അവിടെ സാധ്യത. അപ്പൊ അതിൽ പ്രഗ്നൻസി സാധ്യത തീർച്ചയായിട്ടും കൂടും. ഇതിൽ നമുക്ക് നോർമൽ നോക്കണോ, IUI നോക്കണോ, അതോ IVF പോലത്തെ വലിയ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കാനും കൂടി ഈ കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. അല്ലാതെ ഇത് മാത്രം കൊണ്ട് നമ്മൾ എന്തായാലും കിട്ടും അല്ലെങ്കിൽ എന്തായാലും കിട്ടില്ല എന്നൊരു അഭിപ്രായത്തിലേക്ക് പോകണ്ട. തീർച്ചയായിട്ടും ഇതിൽ ഇനിയും കുറെ ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഇനിയും ചെറിയ ഡീറ്റെയിൽസ് ഉള്ളത് നമുക്ക് ഇതിലെ കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതുള്ളൂ, അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.